കാലത്തിൽ നിത്യതയിൽ, നൗ ആൻഡ് ഹിയർ ആഫ്റ്റർ, ഇപ്പോൾ പിന്നീട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വചനം ശുശ്രൂഷിച്ചപ്പോൾ ഈ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ ചിലരത് ഓർക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ദൈവവചനത്തോട് കാണിക്കുന്ന അനുസരണത്തിന് അനുസരണമായിട്ട് ആനുപാതികമായിട്ടാണ് വരുവാനുള്ള ലോകത്തിൽ നമുക്ക് ബഹുമാനം ലഭിക്കുന്നത് എന്ന് മത്തായി സുവിശേഷം 5-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞ കാര്യമാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സംസാരിച്ചത്. അതേ തുടർന്ന് ആ വിഷയം തന്നെ തുടർന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ആ വിഷയം? ഇവിടെ നാം എങ്ങനെ ജീവിക്കുമോ, ഇവിടെ നാം എന്ത് ചെയ്യുമോ, അതനുസരിച്ചായിരിക്കും നിത്യതയിൽ കാര്യങ്ങൾ ഇരിക്കാൻ പോകുന്നത്. സ്വർഗത്തിൽ പോകുന്ന കാര്യമല്ല. രക്ഷിക്കപ്പെട്ട എല്ലാവരും സ്വർഗത്തിൽ പോകും. അവരുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി അനുസരിച്ചല്ല അവർ സ്വർഗത്തിൽ പോകുന്നത്. യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് പാപമോചനം പ്രാപിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നാം സ്വർഗത്തിൽ പോകുന്നത്. അതിന് സംശയമില്ല, അതിന് മാറ്റവുമില്ല. നമ്മുടെ രക്ഷ നഷ്ടപ്പെട്ടു പോകുന്നതുമല്ല. എന്നാൽ നാം അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ഈ ലോക ജീവിതം കഴിഞ്ഞ്, മരണം കഴിഞ്ഞ് അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് കഴിഞ്ഞ് നമ്മുടെ ജീവിതം പരിശോധിക്കപ്പെടുകയും അവലോകനം ചെയ്യപ്പെടുകയും അതിനനുസരിച്ചുള്ള പ്രതിഫലങ്ങൾ, മാനം നമുക്ക് ലഭിക്കുകയും ചെയ്യുമെന്ന് തിരുവെഴുത്തിൽ അനേക ഭാഗങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാലം എന്ന് പറഞ്ഞാൽ എന്താണ്, നിത്യത എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സംസാരിച്ചപ്പോൾ നിത്യതയുടെ ദൈർഘ്യം, വലിപ്പം എന്താണ് എന്നുള്ളതിന് ചില ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങൾ അത് ഓർക്കുമെന്ന് ഞാൻ വിചാരിക്കും. തിരുവെഴുത്തിൽ അനേക ഭാഗങ്ങൾ ഈ രണ്ട് കാര്യത്തെ തമ്മിൽ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ചില വാക്യങ്ങൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓർപ്പിച്ചു. എന്നാൽ ഇന്നും പ്രാരംഭത്തിൽ അതിൽ ചില വാക്യങ്ങൾ വിശദീകരണം കൂടാതെ ഒന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ആ വാക്യങ്ങൾ പറയുന്നത്? ഈ ലോക ജീവിതം കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലനം അടുത്ത ലോകത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യമാണ്. പല വാക്യങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. വാട്ട് യു ഡു ഓൺ ദിസ് എർത്ത് വിൽ ഹാവ് ഇമ്പാക്ട് ഇൻ ഇറ്റേണിറ്റി. നമ്മുടെ കർത്താവ് തന്നെ പല പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലന്മാർ അത് പറഞ്ഞിട്ടുണ്ട്. അത് വിശദീകരണം കൂടാതെ ഞാനൊന്ന് റെഫർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ഒന്ന് വരാൻ വേണ്ടി മാത്രം. നമ്മൾ കഴിഞ്ഞ ആഴ്ച മത്തായി 5:19 ചിന്തിച്ചത്. ഈ ലോകത്തിൽ തിരുവെഴുത്ത് ന്യായപ്രമാണത്തോട് എന്ത് മനോഭാവം കാണിക്കുമോ അവർ സ്വർഗരാജ്യത്തിൽ ന്യായപ്രമാണം അനുസരിച്ച്, അല്ലെങ്കിൽ പൊതുവെ പറഞ്ഞാൽ ദൈവവചനമനുസരിച്ച് ജീവിച്ചാൽ സ്വർഗരാജ്യത്തിൽ വലിയവർ എന്ന് വിളിക്കപ്പെടും. മത്തായി 5:19. മത്തായി 5:12 മാത്യു 5:12 സകലവും വിട്ട് അവനെ അനുഗമിക്കുന്നവർക്ക് സ്വർഗത്തിൽ വലിയ പ്രതിഫലമുണ്ട് എന്ന് കർത്താവ് പറഞ്ഞു. സകലവും വിട്ട് കർത്താവിനെ അനുഗമിക്കുന്ന ഈ ലോകത്തിലെ കാര്യമാണ്. കർത്താവിന്റെ നാമനിമിത്തം അപ്പനെയോ അമ്മയോ ഭാര്യയോ വീടുകളെയൊക്കെ വിട്ടാൽ അവർക്ക് സ്വർഗത്തിൽ വലിയ പ്രതിഫലമുണ്ട്. അപ്പോൾ ഇവിടെ ചെയ്യുന്നതിന് അവിടെ ഇമ്പാക്റ്റ് ഉണ്ട് എന്നാണ് കർത്താവ് പറഞ്ഞത്. ലൂക്കോസ് 18 മത്തായി 5:12 എന്റെ നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവരുടെ കാര്യമാണ് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. ലൂക്കോസ് 18:30 സകലവും വിട്ട് അവനെ അനുഗമിക്കുന്നവരുടെ കാര്യമാണ്. അപ്പോൾ ഈ ലോകത്തിൽ കർത്താവിന്റെ വചനം അനുസരിക്കുന്നവർക്ക് അതനുസരിച്ച് നിത്യതയിൽ പ്രതിഫലമുണ്ട്. പിന്നെ കർത്താവിന്റെ നാമനിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർക്ക് സ്വർഗത്തിൽ വലിയ പ്രതിഫലമുണ്ട്. അതാണ് മത്തായി 5:12. പിന്നെ ലൂക്കോസ് 18:30 സകലവും വിട്ട് കർത്താവിനെ അനുഗമിക്കുന്നവർക്ക് വരുവാനുള്ള ലോകത്തിൽ പ്രതിഫലമുണ്ട്. 1 തിമോത്തിയോസ് 6:19 വരുംകാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിക്കുക എന്നൊരു പ്രയോഗം പൗലോസ് നടത്തുന്നുണ്ട്. അത് പണത്തോടുള്ള ബന്ധത്തിലാണ്. ശരിയായ നിലയിൽ നമ്മുടെ പണത്തിന്റെ സ്റ്റുവേർഡ്സായി നാം ഇവിടെ ഇരിക്കുമെങ്കിൽ വരുവാനുള്ള കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നമ്മൾ ഇടുകയാണ്. 1 തിമോത്തി 6:19 1 തിമോത്തിയോസ് 6:19 വാക്യം. ഇനി ലൂക്കോസ് 14:14 പ്രത്യുപകാരം ചെയ്യാൻ കഴിയാത്തവർക്ക് നാം ഉപകാരം ചെയ്താൽ നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ അവർക്ക് പ്രത്യുപകാരം ലഭിക്കും എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിൽ നമുക്ക് ഉപകാരം ചെയ്യാൻ കഴിയാത്ത ആളുകൾക്ക് നാം ഉപകാരം ചെയ്താൽ നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ, അത് വരുവാനുള്ള കാലത്താണ്, കർത്താവ് അവർക്ക് പ്രതിഫലം നൽകും എന്ന് ലൂക്കോസ് 14:14 പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസ് 16:9 ഈ ലോകത്തിൽ സകലവും ഇല്ലാതാകുമ്പോൾ നിത്യകൂടാരങ്ങളിൽ നിങ്ങൾ ചേർത്ത് കൊള്ളപ്പെടും. When your temporary home is finished, when that is gone, you will have people to take care of you, or you will have people as rewards in your eternal home. നിത്യഭവനത്തിൽ നിങ്ങളെ ചേർത്ത് കൊള്ളുവാൻ ആളുകൾ ഉണ്ടായിരിക്കും.
അപ്പോ നമ്മള് 6 വാക്യം ഞാനിപ്പോ പറഞ്ഞു. ഈ 6 വാക്യം ഒരു കാര്യം തന്നെയാ പറയുന്നത്. ഈ ലോകത്തിൽ എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും മറുലോകത്തിൽ. ഇവിടെ കാശ് ശരിയായിട്ട് ഉപയോഗിച്ചാൽ അതിനുള്ള പ്രതിഫലം അവിടെ ഉണ്ടായിരിക്കും. ഇവിടെ കർത്താവിന് വേണ്ടി ഉപദ്രവം സഹിച്ചാൽ, കർത്താവിന് വേണ്ടി പലതും ഉപേക്ഷിച്ചാൽ വരുവാനുള്ള ലോകത്തിൽ, സ്വർഗത്തിൽ അതിനുള്ള പ്രതിഫലം ഉണ്ടാകും. ഇവിടെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തിട്ട് അവർക്ക് തിരിച്ചു ഉപകാരം ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ അവർക്ക് പ്രത്യുപകാരം കർത്താവ് നൽകും. ഇതെല്ലാം ഒരു പ്രമാണമാണ്. എന്താണ് ആ പ്രമാണം? ഈ ലോകത്തിൽ നാം എന്ത് ചെയ്യുമോ അതനുസരിച്ച് വരുവാനുള്ള ലോകത്തിൽ നമുക്ക് പ്രതിഫലവും മാനവും ലഭിക്കും. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ജീവിക്കുന്നവരായിരിക്കരുത്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ വേറൊരു കോണ്ടെക്സ്റ്റിലാണെങ്കിലും ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, സീക്ക് ആഫ്റ്റർ ദ തിങ്സ് അബവ്, കൊലോഷ്യൻസ് ചാപ്റ്റർ 3 അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിന്റെ പണം, ഈ ലോകത്തിന്റെ പഠിത്തം, ഈ ലോകത്തിലെ കല്യാണം, ഈ ലോകത്തിലെ കാറ്, ഈ ലോകത്തിലെ വീട്, ഈ ലോകത്തിലെ ബാങ്ക് ബാലൻസ്, ഇത് മാത്രം ഓർത്ത് ചിന്തിച്ച് വിശ്വാസികൾ ജീവിക്കാൻ പാടില്ല. കാരണം ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം വളരെ ഹ്രസ്വമാണ്. അവർ ലൈഫ് ഓൺ ദിസ് എർത്ത് ഈസ് വെരി ഷോർട്ട്. അതുകൊണ്ട് നാം ഇറ്റേണൽ പെർസ്പെക്റ്റീവ് ഉള്ളവരായി, നിത്യതയെക്കുറിച്ച് കാഴ്ചപ്പാടുള്ളവരായി വേണം ഈ ലോകത്തിൽ ജീവിക്കാൻ. Though we are living in time, our focus should be eternity. നാം കാലത്തിലാണ് ജീവിക്കുന്നതെങ്കിലും നമ്മുടെ കണ്ണ് നിത്യതയിൽ ആയിരിക്കണം. ഇതിനു മുമ്പ് ഞാൻ ഈ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു സംഭവം ചില വർഷങ്ങൾക്ക് മുമ്പ് പാലായിൽ ഒരു ഐക്യ കൺവെൻഷൻ നടന്നു. അപ്പോൾ ബിൽ ഗ്രഹാമിന്റെ അസോസിയേറ്റ് ഇവാഞ്ചലിസ്റ്റ് ആയിട്ടുള്ള അക്ബർ ഹക്കാണ് അവിടെ പ്രസംഗിക്കാൻ വന്നത്. അവിടെ എല്ലാ സഭകളും കൂടെ കൂടിയുള്ള ഒരു യോഗമാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഏതോ ഒരു കാര്യം പറയാനോ ചെയ്യാനോ യോഗത്തിന്റെ സംഘാടകർ പറഞ്ഞു. അപ്പോൾ ഈ പ്രസംഗകൻ അത് അത്ര ശരിയായിട്ട് തോന്നിയില്ല. അത് ചെയ്യുന്നത് ശരിയല്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം. ഈ പ്രസംഗം തർജ്ജമ ചെയ്ത ആള് തന്നെ എന്നോട് ഇത് പറഞ്ഞതാണ്. അപ്പോൾ ഇന്നത് ചെയ്യണമെന്ന് യോഗത്തിന്റെ സംഘാടകർ പറഞ്ഞപ്പോൾ അദ്ദേഹം ഈ അക്ബർ ഹക്ക് അവരോട് ചോദിച്ചു, നിങ്ങൾ പറയുന്നത് കേട്ട് ഞാൻ ഇപ്പോൾ അത് ചെയ്താൽ അന്ന് ഞാൻ എന്ത് ചെയ്യും എന്ന്. എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? ഇഫ് ഐ ലിസൺ ടു യു ആൻഡ് ഡു വാട്ട് യു സേ, വാട്ട് വിൽ ഐ ഡു ഓൺ ദാറ്റ് ഡേ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പറയുന്നത് കേട്ട് ഞാൻ ഇപ്പൊ ഇത് ചെയ്താൽ കർത്താവിന്റെ മുമ്പ് നിൽക്കുമ്പോൾ ഞാൻ എന്ത് മറുപടി പറയും? അപ്പോൾ ആ മനുഷ്യൻ ഈ ലോകത്തിൽ സുവിശേഷ വേല ചെയ്തിരുന്നപ്പോൾ ഒരു ദിവസം കർത്താവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും എന്നുള്ള ബോധത്തിലാണ് ഈ ലോകത്തിൽ ജീവിച്ചിരുന്നത്. അത് വളരെ നല്ല ഒരു കാര്യമാണ്. Why one eye on the judgment seat of Christ, one eye on eternity. ഒരു കണ്ണ് ക്രിസ്തുവിന്റെ ന്യായാസനത്തിങ്കൽ, ഒരു കണ്ണ് മറുലോകത്തിൽ വരുവാനുള്ള ലോകത്തിൽ വെച്ചുകൊണ്ട് വേണം ഈ ലോകത്തിൽ നാം ജീവിക്കുവാൻ. അപ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത് ഇറ്റേണൽ പെർസ്പെക്റ്റീവോടുകൂടെ, നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടോടുകൂടെ വേണം ദൈവമക്കൾ ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ജീവിക്കാൻ. ഈ ലോകത്തിലെ കാര്യം മാത്രം നോക്കി ജീവിക്കരുത്. വരുവാനുള്ള ലോകത്തെക്കുറിച്ചുള്ള ചിന്തയിൽ വേണം ഇവിടെ സകല കാര്യങ്ങളും ചെയ്യുവാൻ. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നതിന്റെ അടിസ്ഥാനം. ആട്ടെ, വരുവാനുള്ള ലോകത്തിൽ ഈ ലോകത്തിലെ കാര്യങ്ങൾ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതിന്റെ 4-5 കാര്യങ്ങൾ തിരുവഴുത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒന്ന് കാണിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, ഹീബ്രൂസ് ചാപ്റ്റർ 6 ആൻഡ് വേഴ്സ് 10. എബ്രായ ലേഖനം 6-ാം അധ്യായം 10-ാമത്തെ വാക്യം. അവിടെ ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. ഇവിടെ കർത്താവിന്റെ നാമത്തോട് നാം കാണിക്കുന്ന സ്നേഹം, കർത്താവിന്റെ നാമത്തോട് ഉള്ള സ്നേഹം നിമിത്തം നാം ചെയ്യുന്ന ശുശ്രൂഷകൾ ദൈവം ഒരിക്കലും മറക്കുകയില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ മറുവശം നമുക്കറിയാം. ദൈവം മറക്കുകയില്ലെന്ന് പറഞ്ഞാൽ ദൈവം അതിന് പ്രതിഫലം നൽകുമെന്നാണല്ലോ അതിന്റെ അർത്ഥം. അപ്പോൾ ഇപ്പോൾ നാം ചിന്തിക്കുന്നത് കർത്താവിന്റെ നാമത്തോടുള്ള സ്നേഹം നിമിത്തം നാം ചെയ്യുന്ന പ്രവൃത്തികൾ. എനി മിനിസ്ട്രി ദാറ്റ് വി പെർഫോം ബിക്കോസ് ഓഫ് അവർ ലവ് ഫോർ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിനോടുള്ള സ്നേഹം നിമിത്തം നാം ചെയ്യുന്ന ഏത് കാര്യവും, അത് വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തന്റെ നാമത്തോട് കാണിക്കുന്ന സ്നേഹം അത് കർത്താവ് മറക്കയില്ല.
ഇവിടെ നാം എന്ത് ചെയ്യുന്നു എന്ന് മാത്രമല്ല, എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതും പ്രധാനമാണെന്ന് ഈ വാക്യം സൂചിപ്പിക്കുന്നുണ്ട്. കർത്താവിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനം എന്ന് മാത്രമല്ല, അവന്റെ നാമത്തോടുള്ള സ്നേഹനിമിത്തം ചെയ്യുന്ന പ്രവർത്തനം. അപ്പോൾ നോട്ട് ഓൺലി വാട്ട് യു ഡു, ബട്ട് ദ ആറ്റിറ്റ്യൂഡ് ഇൻ വിച്ച് യു ഡു ഇറ്റ്. നാം എന്ത് ചെയ്യുന്നു എന്ന് മാത്രമല്ല, എന്ത് മനോഭാവത്തിൽ ചെയ്യുന്നു എന്നുള്ളതും ദൈവസന്നിധിയിൽ പ്രധാനമാണ്. കർത്താവിന്റെ നാമത്തിൽ നാം പല പ്രവൃത്തികൾ ചെയ്യുന്നു, നല്ല കാര്യമാണ്. എന്നാൽ അത് അവനോടുള്ള സ്നേഹനിമിത്തമാണോ ചെയ്യുന്നത് എന്നുള്ളത് ദൈവം പ്രത്യേകം തൂക്കി നോക്കുമെന്നാണ് ഈ വാക്യം പറയുന്നത്. ഇതേ കാര്യം തന്നെ ഈ തലക്കെട്ടിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ചിന്തിക്കാൻ ഒക്കുന്ന ഒന്ന് രണ്ട് വാക്യങ്ങൾ കൂടെ നമുക്കൊന്ന് വായിക്കാം. നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞ ചില വാക്യങ്ങളാ. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം, മാത്യു ചാപ്റ്റർ 10, അതിന്റെ 40-42 വാക്യങ്ങൾ, 40-42. മത്തായി 10-ന്റെ 40-42. കർത്താവ് തന്റെ അപ്പോസ്തലന്മാരോട്, ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യമാണ്. നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഈ കോണ്ടെക്സ്റ്റിൽ കർത്താവ് തന്റെ ശിഷ്യന്മാരോട്, അപ്പോസ്തലന്മാരോട് പറഞ്ഞതാ. എന്നാൽ ഈ പ്രമാണം ഏത് കാലത്തുമുള്ളവർക്ക് ബാധകമാണ്. 12 ശിഷ്യന്മാരുടെ കാര്യം മാത്രമല്ല, കർത്താവിന്റെ നാമത്തോടുള്ള സ്നേഹം നിമിത്തം ദൈവമക്കൾക്ക്, ദൈവദാസന്മാർക്ക് ചെയ്യുന്ന ഏത് ശുശ്രൂഷയും കർത്താവ് മാനിക്കും, വിലമതിക്കും, അതിന് പ്രതിഫലം നൽകുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കേ. വെള്ളം കൊടുക്കുന്ന കാര്യമാണ്, കൈക്കൊള്ളുന്ന കാര്യം, പിന്നെ ഒരു പാനപാത്രം വെള്ളം, തണ്ണീരെങ്കിലും കൊടുക്കുന്ന കാര്യം. ഇത് വളരെ ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള, അപ്രധാനമായ ഒരു കാര്യമാണ്. ഒരു ദൈവദാസന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു, ഇത്ര വലിയ കാര്യം വല്ലതുമാണ്? 5000 രൂപ കൊടുത്ത കാര്യം അല്ല പറയുന്നത്. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു, ഇത് വളരെ ഇൻസിഗ്നിഫിക്കന്റ്, ഒരു പ്രാധാന്യവുമില്ലാത്ത, ഇൻകോൺസിക്വൻഷ്യൽ, ഇതിന് യാതൊരു അനന്തരഫലവും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത കാര്യമാണ് ദാഹിച്ചപ്പോൾ വെള്ളം കൊടുത്തു എന്നുള്ളത്. അപ്പോൾ ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്, ആദ്യം നമ്മൾ പറഞ്ഞത് എബ്രായർ 6 എന്ന് പറഞ്ഞത്, കർത്താവിനോടുള്ള സ്നേഹനിമിത്തം ചെയ്യുന്ന ശുശ്രൂഷകൾക്ക് പ്രതിഫലം ലഭിക്കും. അതോട് ചേർത്ത് പറയാവുന്ന ഒരു കാര്യം, വളരെ അപ്രധാനമെന്ന് തോന്നുന്ന, ഇൻകോൺസിക്വൻഷ്യൽ ആയിട്ടുള്ള, ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും കർത്താവ് പ്രതിഫലം നൽകും. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇനി ആ പ്രതിഫലം നൽകുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ കൈക്കൊള്ളുക, നിങ്ങളെ സ്വീകരിക്കുക. വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, പ്രവാചകന് അല്ലെ ശിഷ്യന് പാനപാത്രം തണ്ണീര് കൊടുക്കുക, സ്വീകരിക്കുക, സൽക്കരിക്കുക, അങ്ങനെ നമുക്ക് പറയാം. സ്വീകരിക്കുക, സൽക്കരിക്കുക. ഇതിന് എങ്ങനെ പ്രതിഫലം കൊടുക്കുന്നതെന്ന് പറഞ്ഞു കണ്ടോ? പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകനെ കൈക്കൊണ്ടതിന്റെ പ്രതിഫലം കൊടുക്കുമെന്നല്ല പറഞ്ഞത്. പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കുമെന്ന. ഇനി നീതിമാനെ കൈക്കൊള്ളുന്നവന്, അല്ലെങ്കിൽ ശിഷ്യന് അല്ലെങ്കിൽ നീതിമാന് വെള്ളം കൊടുക്കുകയോ സൽക്കരിക്കുകയോ ചെയ്താൽ നീതിമാനെ സൽക്കരിച്ചതിന് പ്രതിഫലം ലഭിക്കുമെന്നല്ല പറഞ്ഞത്. ചോറ് കൊടുത്തതിനുള്ള പ്രതിഫലം ലഭിക്കും, അങ്ങനല്ല പറഞ്ഞേ. പിന്നെന്താ പറഞ്ഞേ? നീതിമാന്റെ പ്രതിഫലം ലഭിക്കുമെന്നാണ്. പ്രവാചകന്റെ പ്രതിഫലം, പ്രവാചകന് ചോറ് കൊടുത്താൽ ചോറ് കൊടുത്ത പ്രതിഫലം കിട്ടുമെന്നല്ല, പിന്നെ പ്രവാചകന് കൊടുക്കുന്ന പ്രതിഫലം കൊടുക്കുമെന്നാണ്. വില്യം മാക്ഡൊണാൾഡ് തന്റെ ഒരു എഴുത്തിൽ ഈ ഇതുപോലുള്ള ഭാഗത്തെക്കുറിച്ച് ഒരു കമന്റ് പറഞ്ഞിട്ട് ഒടുവിൽ പറയുകയാണ്, ദിസ് ഈസ് ആൻ എൻകറേജിങ് വേർഡ് ഫോർ ദോസ് ഹു ഡു നോട്ട് പ്രീച്ച്. സഹോദരിമാരുദ്ദേശാണ് അത് എഴുതിയെന്ന് എനിക്ക് തോന്നുന്നു. പ്രസംഗം പറയാത്ത സഹോദരിമാർക്ക് ഏറ്റവും ധൈര്യം നൽകുന്ന ഒരു വാക്യമാണിത്. എന്താ, സഹോദരിമാർ ഇവിടെ പ്രസംഗം പറയുകയൊന്നും ചെയ്യുന്നില്ല, അപ്പൊ അവർക്ക് വല്ല പ്രതിഫലം ഉണ്ടോ? എന്താ, ദൈവദാസന്മാരെ കൈക്കൊള്ളുകയും കരുതുകയും ചെയ്താൽ പ്രവാചകന് കിട്ടുന്ന പ്രതിഫലം സഹോദരിക്ക് കിട്ടുമെന്നാണ്. ഇതെന്തൊരു അത്ഭുതകരമായ ഒരു കാര്യമാണ്. 1000 രൂപ കൊടുത്തതിന്റെ പ്രതിഫലം കിട്ടുമെന്നല്ല, ആ നീതിമാൻ എന്ത് പ്രതിഫലം കിട്ടുമോ അത് ഈ സഹോദരിക്ക് സഹോദരന് കിട്ടുമെന്നാണ്. അപ്പോൾ ഇവിടുത്തെ പ്രമാണം വളരെ ഇൻസിഗ്നിഫിക്കന്റ്, ഇൻകോൺസിക്വൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ സ്വർഗരാജ്യത്തിന് കെട്ടുപണിക്ക് വേണ്ടി നാം ചെയ്താൽ, അല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി ചെയ്താൽ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം ലഭിക്കുമെന്നാണ് കർത്താവ് ഈ ഭാഗത്ത് പറയുന്നത്. അപ്പോൾ ഒരു
വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം ഇവിടെ കർത്താവ് പറയാം. അതെന്താണത്? നത്തിങ് ഡൺ ടു ഫർദർ ഗോഡ്സ് പർപ്പസസ് ഈസ് ഇൻസിഗ്നിഫിക്കന്റ് ഫോർ റിവാർഡ്. ദൈവത്തിന്റെ ഉദ്ദേശങ്ങളുടെ കാര്യസാധ്യം അല്ലെങ്കിൽ ദൈവത്തിന്റെ രാജ്യത്തിന്റെ കെട്ടുപണി, അതിനുവേണ്ടി ചെയ്യുന്ന ഒരു കാര്യവും, എത്ര ചെറിയ കാര്യവും പ്രതിഫലം കിട്ടാതെ പോകുന്നതല്ല. അപ്പോൾ ഇവിടെ ചെയ്താൽ അവിടെ പ്രതിഫലം കിട്ടും. എന്തിനു കിട്ടും? അവന്റെ നാമത്തോട് സ്നേഹം കാണിച്ചതിന് കിട്ടും. ആ സ്നേഹത്തിൽ ദൈവദാസന്മാരെ കൈക്കൊണ്ടതിന് കിട്ടും. പിന്നെ അവരെ സൽക്കരിച്ചതിന് കിട്ടും. എങ്ങനെ കിട്ടുമെന്ന? ആ നീതിമാന്മാർക്ക്, പ്രവാചകന്മാർക്ക് ലഭിക്കുന്ന പ്രതിഫലം കിട്ടും. അപ്പോൾ ഏറ്റവും നിസ്സാരവും അപ്രധാനവുമായ കാര്യങ്ങൾക്കും കർത്താവ് നോട്ട് ചെയ്ത് പ്രതിഫലം നൽകുമെന്നാണ് ഈ വാക്യം പറയുന്നത്. പ്രിയ സഹോദരന്മാരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മെ എന്തുമാത്രം ഉത്സാഹിപ്പിക്കുകയും ഉത്തേജിപ്പിക്കുകയും മറ്റുള്ളവരെ കരുതാനും സഹായിക്കാനും കർത്താവിനോടുള്ള സ്നേഹനിമിത്തം ചെയ്യാനും നമ്മെ പ്രാപ്തിപ്പെടുത്തുകയും ചെയ്യേണ്ട ഒരു കാര്യമാണിത്. See, God of the Bible is a God of details. വേദപുസ്തകത്തിലെ ദൈവം വിശദാംശങ്ങൾ നോക്കുന്ന ദൈവമാണ്. അതാണല്ലോ ഒരു ഗ്ലാസ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക, അതുവരെ നോട്ട് ചെയ്യും. വിശദാംശങ്ങൾ നോക്കുന്നവനാണ് വേദപുസ്തകത്തിലെ ദൈവം. ഈ കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ള സുവിശേഷങ്ങളിലെ ചില കാര്യങ്ങൾ അത് സൂചിപ്പിക്കുന്നതാണ്. നമ്മളിപ്പം മത്തായി 10 വായിച്ചേ. നമ്മൾ എടുത്തിരിക്കുന്ന ഈ പേജിൽ തന്നെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മത്തായി 10:29 മുതൽ മാത്യു 10:29 ഓൺവേർഡ്സ്. കാശിന് 2 കുരികൾ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല. കാശിന് 2 കുരികൾ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല. അപ്പോ കുരികില്, ഒരു കാശിന് 2 കുരികിൽ, അതിൽ ഒന്നുപോലും നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം എടുത്തേ, ലൂക്ക് ചാപ്റ്റർ 12. അവിടെ ഇതേ കാര്യം വേറൊരു നിലയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതേ കാര്യം തന്നെയാണ്. പക്ഷേ ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, 2 കാശിന് 5 കുരികളിനെ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നിനെ പോലും ദൈവം മറന്നു പോകുന്നില്ല. ഒരു വ്യാഖ്യാതാവ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ്: 1 കാശിന് 2 കുരികില. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇപ്പൊ നമ്മുടെ ഭാഷ പറഞ്ഞ് 1 രൂപ എന്ന് വെച്ചു. 1 രൂപയ്ക്ക് 2 കുരികളിനെ കിട്ടും. അപ്പൊ 2 രൂപയ്ക്ക് എത്ര കുരികൾ കിട്ടണം? പറഞ്ഞ് കണക്കനുസരിച്ച് 1 രൂപയ്ക്ക് 2 കുരികല്, 2 രൂപയ്ക്ക് 4 കുരികല്. കർത്താവ് പറഞ്ഞത് മറ്റേടത്ത് പറഞ്ഞപ്പോ 2 കാശിന് 5 കുരികൾ കിട്ടുമെന്നാണ്. അപ്പൊ ഒരു വേദവ്യാഖ്യാതാവ് പറഞ്ഞത്, ഒരാള് 1 രൂപയ്ക്ക് മേടിച്ചാൽ 2 എണ്ണം കൊടുക്കും. എന്നാൽ 2 രൂപയ്ക്ക് മേടിച്ചാൽ 2 എണ്ണം കൊടുത്തിട്ട് 1 ഫ്രീ ആയിട്ടും കൊടുക്കും. 2 രൂപയ്ക്ക് മേടിച്ചാൽ 1 കൊണ്ടിരിക്കട്ടെ, അത് 5-ാമത്തെ. അതുപോലെ നിലത്ത് വീണാൽ സ്വർഗസ്ഥ പിതാവ് സമ്മതിക്കാതെ ഫ്രീ ആയിട്ട് തന്ന ആ കുരികിൽ പോലും നിലത്ത് വീഴുന്നത് സ്വർഗസ്ഥനായ പിതാവ് സമ്മതിക്കാതെ സംഭവിക്കുകയില്ലെന്നാണ്. അപ്പൊ ഈ 5-ാമത്തെ കുരികിലിന് വിലയില്ല, അത് ഫ്രീയാ. ആ ഫ്രീ ആയിട്ട് താഴെ വീഴുന്നത് പോലും സ്വർഗസ്ഥനായ പിതാവ് സമ്മതിച്ചാലേ താഴെ വീഴുമെന്നാണ്. അതെന്താ കാണിക്കുന്നത്? ഗോഡ് ഇസ് എ ഗോഡ് ഓഫ് ഡീറ്റെയിൽസ്. സകല ചെറിയ വിശദാംശങ്ങൾ പോലും ദൈവം ശ്രദ്ധിക്കുന്നു. ഇനി ആ വാക്യത്തിന്റെ അടുത്ത് തന്നെ പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം, തലയിലെ രോമത്തിന്റെ കാര്യം. മത്തായി 10 അതിന്റെ 30-ാമത്തെ വാക്യം, തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു, ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ കുരികളിനേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരല്ലയോ. അപ്പോൾ കർത്താവ് സമ്മതിക്കാതെ ഒരു കുരികിലും നമ്മുടെ തലയിലെ ഒരു രോമം പോലും താഴെ വീഴുകയില്ലെന്നാണ്. ഓൾ യുവർ ഹെയർസ് ആർ നമ്പർ. അതിന് ഒരു വ്യാഖ്യാനം പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ മുടി എത്രയുണ്ടെന്നല്ല അതിന്റെ അർത്ഥം എന്നാണ് ഒരു വേദവ്യാഖ്യാതാവ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോ ഇന്നാളുടെ തലയിൽ 5000 മുടിയുണ്ട്, അതല്ല അതിന്റെ അർത്ഥം. ഒരു വേദവ്യാഖ്യാതാവ് പറഞ്ഞിരിക്കുന്നത് ഓരോ മുടിക്കും നമ്പർ ഉണ്ടെന്നാണ്. ഓരോ മുടിയും നമ്പർ ഇട്ട് വെച്ചിരിക്കുകയാണ് ദൈവം. അപ്പൊ ഇന്ന് രാവിലെ മുടി ചെയ്യുകപ്പോൾ 33-ാമത്തെ മുടിയാണ് ആ ചീപ്പയിൽ താഴെ പോയത്. ഇന്നലെ ചെയ്യപ്പോ 65-ാമത്തെ മുടിയാണ് താഴെ പോയത്. നമ്പർ 65 ഹെയർ ആണ് ഇന്നലെ വീണ് പോയത്. ദൈവം അതുവരെ നമ്പർ ഇട്ട് വെച്ചിരിക്കുക. എത്ര മുടിയില്ലാത്ത ആളുകൾക്കും തലയിൽ ഒട്ടും മുടിയില്ലെന്ന് പറയുന്നവർക്കും ഒരു 10-200 മുടിയെങ്കിലും ഉണ്ട്. അതെല്ലാം നമ്പർ ഇട്ട് വെച്ചിരിക്കുകയാണെന്നാണ്. അതിലൊന്നുപോലും ദൈവം അറിയാതെ എന്ന് മാത്രമല്ല സമ്മതിക്കാതെ
നിലത്ത് പോകുകയില്ല. പ്രിയപ്പെട്ടവരെ, എത്രയോ അത്ഭുതകരമായ ഒരു കാര്യമാണ്. എല്ലാ ഡീറ്റെയിൽസും കർത്താവ് ശ്രദ്ധിക്കുന്നു എന്നാണ് ആ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം. അപ്പോ ഒരു പാനമാത്രം വെള്ളമാണ് കൊടുക്കുന്നത് എങ്കിലും അതും കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട്. അത് വളരെ ഇൻസിഗ്നിഫിക്കന്റ് ആണ്, ഇൻകോൺസിക്വൻഷ്യൽ ആണ്, എന്നാൽ അതുപോലും കർത്താവ് ശ്രദ്ധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം ഇവിടെ ചെയ്യുന്ന ഏറ്റവും നിസ്സാര കാര്യവും ശ്രദ്ധിച്ച് അതിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കി അതനുസരിച്ചായിരിക്കും വരുവാനുള്ള ലോകത്തിൽ പ്രതിഫലം നൽകാൻ പോകുന്നതെന്നാണ് ഈ ഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ കർത്താവിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ചുള്ള കർത്താവിന്റെ ആ കരുതൽ കാണിക്കുന്ന വേറൊരു ഭാഗമുണ്ട്. അത് വിധവയുടെ കാശിട്ട ആ ഭാഗമാണ്. അത് നമുക്കെല്ലാം അറിയാവുന്നതാണ്, എന്നാലും ഒന്ന് വായിച്ചേക്കാം. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം, മാർക്ക് ചാപ്റ്റർ 12, 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ ഒരു വിധവ കാശിടുന്നത് കർത്താവ് ശ്രദ്ധിച്ചു. അതിന്റെ 42 നോക്കിയേ. ദരിദ്രയായ ഒരു വിധവ വന്ന് 1 പൈസയ്ക്ക് ശരിയായി 2 കാശിട്ടു. താഴെ, ഈ ദരിദ്രയായ വിധവ എല്ലാവരേക്കാളും അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നിട്ടു, ഇവളോ തന്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും തന്റെ ഉപജീവനം മുഴുവനും ഇട്ടു. ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ കർത്താവ് എല്ലാ ഡീറ്റെയിൽസും നോക്കുന്നുണ്ടെന്നുള്ളതിന്റെ 3 സൂചനയുണ്ട്. 4 സൂചനയുണ്ട്. കൃത്യം എത്ര തുകയാണ് ഇട്ടത് എന്ന് കർത്താവ് നോട്ട് ചെയ്തു. കൃത്യം എത്ര തുകയാണ് കാശിട്ടെന്ന് മാത്രമല്ല, അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. ദി എക്സാക്ട് എമൗണ്ട്. ദ ലോർഡ് നോട്ടീസസ് ദി എക്സാക്ട് എമൗണ്ട്. കൃത്യ തുക നോക്കി. പിന്നെ ആളുടെ സ്ഥിതി നോക്കി. ദ കണ്ടീഷൻ ഓഫ് ദ ഗിവർ. ദി എക്സാക്ട് എമൗണ്ട്, ദെൻ ദ കണ്ടീഷൻ ഓഫ് ദി ഗിവർ. അവിടെ കർത്താവ് പറഞ്ഞത് ശ്രദ്ധിച്ചോ? ദരിദ്രയായ വിധവ. അപ്പൊ അത് രണ്ടും നോട്ട് ചെയ്തു. ഇവള് ദരിദ്രയാണെന്ന് നോട്ട് ചെയ്തു, പിന്നെ ഇവള് വിധവയാണെന്ന് നോട്ട് ചെയ്തു. ഡീറ്റെയിൽസ് നോട്ട് ചെയ്യുക. ഒരു പാവം പിടിച്ച സ്ത്രീ കാശിട്ടെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ദരിദ്രയായ വിധവയായ ഒരു സ്ത്രീ ഇത്രയും കാശിട്ടു. അപ്പൊ ഇതെല്ലാം നോട്ട് ചെയ്തു. പിന്നെ അതിന്റെ താഴെ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അവൾ ഇല്ലായ്മയിൽ നിന്ന് ഇട്ടു എന്ന് പറഞ്ഞാൽ അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവൾക്കൊന്നുമില്ല. അപ്പൊ ബാലൻസും നോക്കി ഇട്ട് കഴിഞ്ഞ് അവളുടെ കയ്യിൽ എത്രയുണ്ടെന്നും കർത്താവ് നോട്ട് ചെയ്തു. ഒരു ദൈവദാസൻ പറഞ്ഞിട്ടുണ്ട്, God not only looks at the amount of your check, he also looks at the stub in the checkbook. മനസ്സിലായോ? നമ്മൾ എഴുതുന്ന ചെക്കിന്റെ തുക മാത്രമല്ല, നമ്മൾ ചെക്ക് എഴുതി കഴിഞ്ഞ് അതിന്റെ ഇടത്ത് വശത്ത് ചെക്ക് കീറി കൊടുക്കുമ്പോൾ അതിന്റെ ഇടത്ത് വശത്ത് ചെറിയൊരു തുണ്ടുണ്ട് അല്ലേ, അതിൽ ബാക്കി എത്രയുണ്ടെന്ന് എഴുതും. ഇപ്പൊ 10,000 രൂപ അതിൻ്റെ ഉണ്ടെങ്കിൽ ഞാൻ 2,000 രൂപ സഭയ്ക്ക് കൊടുത്തു. അപ്പൊ അതിന്റെ 2,000 രൂപ ചെക്ക് എഴുതി കൊടുത്തു. അപ്പൊ ഞാൻ ആ സൈഡിൽ എഴുതും ബാലൻസ് എത്ര ഉണ്ട്, 8,000 രൂപയാണ്. അത് ആ സ്റ്റബ് എന്ന് പറയുന്നത്, ഇപ്പുറത്തുള്ള കുറ്റി. അപ്പൊ ഈ ദൈവദാസൻ പറയാണ്, ദൈവം നിന്റെ ചെക്കിന്റെ എമൗണ്ട് മാത്രമല്ല, ചെക്ക് എഴുതി കഴിഞ്ഞ് ഇടതുവശത്തെ കുറ്റിയിൽ നീ എഴുതുന്ന ബാലൻസും നോക്കുന്നുണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ എത്ര വെച്ചേച്ചായി കൊടുത്തിരിക്കുന്നത് എന്നുള്ളതും ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. ഇവളുടെ കാര്യത്തിൽ അത് ശ്രദ്ധിച്ചു. എന്താ? ഉപജീവനം മുഴുവൻ. അപ്പൊ ഇവളുടെ സ്റ്റബിൽ, ഇവളുടെ ചെക്ക് ബുക്കിൽ ഇടതുവശത്ത് എന്താ എഴുതിയിരിക്കുന്നത്? 0. ഇനി 0 ഉള്ളവർക്ക്. ഇനി വേറൊരു കാര്യം കൂടെ അവിടെയുണ്ട്. ഉപജീവനം മുഴുവനും സാക്രിഫൈസ് ഇറ്റ് ഫോർ. അവൾ അനുഷ്ഠിക്കുന്ന ത്യാഗം. അപ്പൊ എന്തെല്ലാം കർത്താവ് ശ്രദ്ധിച്ചു? കൃത്യമായ എമൗണ്ട് ശ്രദ്ധിച്ചു, എക്സാക്ട് എമൗണ്ട്. ഇടുന്നയാളുടെ കണ്ടീഷൻ, ദ സ്റ്റേറ്റ് ഓഫ് ദ ഗിവർ, വിഡോ ആൻഡ് പുവർ, ദരിദ്രയായ വിധവ. 3, ബാക്കി എത്രയുണ്ടെന്ന് ശ്രദ്ധിച്ചു, ഉപജീവനം മുഴുവൻ. അപ്പോ അർത്ഥം 0 ആണ് സ്റ്റബേല് ബാക്കി. പിന്നെ എത്ര സാക്രിഫിഷ്യൽ ആയിട്ടാണ് ഇവള് കൊടുത്തത്? ഉപജീവനം മുഴുവനും. അപ്പൊ നാം എന്താ പറഞ്ഞു വരുന്നത്? എല്ലാ ഡീറ്റെയിൽസും നോക്കും. അവള് കുറച്ച് കാശിട്ടായിരുന്നു എന്നല്ല, ആരിട്ടു, എത്ര ഇട്ടു, ബാക്കി ഇടയിൽ എത്ര ഉണ്ടായിട്ടായിട്ടത്, ഇതെല്ലാം ആ ഇടുന്നയാളുടെ കണ്ടീഷൻ എന്താണ്, ഇതെല്ലാം നോക്കും. ഇതെല്ലാം നോക്കിയാണ് മാനവും പ്രതിഫലവും തീരുമാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം എത്ര ശ്രദ്ധിക്കാൻ ആവശ്യമുള്ള ഒരു കാര്യമാണത്. ഒരു ദൈവദാസൻ പറഞ്ഞിട്ടുണ്ട്, God is infinitely great enough to care for all his beings. ദൈവം ഉണ്ടാക്കിയ സകലത്തെയും ശ്രദ്ധിക്കുന്ന ഒരു ദൈവമാണ് ദൈവം. അപ്പോ ദൈവം ഉണ്ടാക്കിയ വലിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു എന്ന് മാത്രമല്ല, he is infinitely great enough
ടു കെയർ ഫോർ എവറി ഡീറ്റെയിൽ ഓഫ് ദെയർ എക്സിസ്റ്റൻസ്. അവൻ ഉണ്ടാക്കിയിരിക്കുന്ന സകലത്തെയും അവൻ ശ്രദ്ധിക്കുന്നു എന്ന് മാത്രമല്ല, അവൻ ഉണ്ടാക്കിയിരിക്കുന്ന ജീവജാലങ്ങളുടെ ഈ ലോകത്തിലെ നിലനിൽപ്പിലെ സകല വിശദാംശങ്ങളും അന്വേഷിക്കുന്നവനാണ് ദൈവം. അങ്ങനെ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്, അത്ഭുതവാനായ ദൈവം. അപ്പൊ നമ്മള് ഒന്നാമത് പറഞ്ഞത് കർത്താവിന്റെ നാമത്തോടുള്ള സ്നേഹം നിമിത്തം. അതിന്റെ ഉപപോയിന്റായിട്ട് പറഞ്ഞത് എത്ര നിസ്സാരവും അപ്രധാനവുമായ കാര്യം. അതോട് ചേർത്ത് പറഞ്ഞത് എല്ലാ ഡീറ്റെയിൽസും കർത്താവ് നോക്കിയാണ് പ്രതിഫലം നൽകുന്നത്. ഇനി മൂന്നാമത്, കർത്താവ് പ്രതിഫലം നൽകുന്നതിന് വേറൊരു മാനദണ്ഡം കൊടുക്കുന്നതിനനുസരിച്ച് മാത്രമല്ല, കൊടുക്കുന്നതിനേക്കാൾ പല മടങ്ങ് അധികം പ്രതിഫലം നൽകും. നോട്ട് ഓൺലി പ്രൊപ്പോർഷനേറ്റ് ടു വാട്ട് വി ഗീവ്, ബട്ട് ഹി ഗിവ്സ് മൾട്ടിഫോൾഡ്, അനേകം മടങ്ങ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ലൂക്കോസ് 18:30. Luke 18 and verse 30. Luke 18 verse 30. അവിടെ കർത്താവ് തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്. ലൂക്കോസ് 18:30 ഈ ലോകത്തിൽ വീടുകളെ അപ്പനെയും അമ്മയൊക്കെ വിട്ടുകളഞ്ഞാൽ ഈ കാലത്തിൽ തന്നെ പല മടങ്ങായും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കും. അപ്പൊ കർത്താവിന്റെ നാമം നിമിത്തം വീടോ ഭാര്യയോ സഹോദരന്മാരെയോ അമ്മയപ്പന്മാരെയോ മക്കളെ വിട്ടുകളഞ്ഞാൽ ഈ ലോകത്തിൽ തന്നെ പല മടങ്ങായി വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കും. അപ്പൊ പല മടങ്ങ്, മൾട്ടിഫോൾഡ്. നീ ചെയ്ത കാര്യത്തിന് കൃത്യമായിട്ട് അതിനനുസരിച്ചുള്ളത് മാത്രമല്ല കിട്ടുന്നത്, അനേകം മടങ്ങ് കൂടുതൽ കിട്ടും. തിരുവല്ല മെഡിക്കൽ മിഷനിലെ ഡയറക്ടറായിരുന്ന ഡോക്ടർ KN നമ്പൂതിരിപ്പാട് ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, താൻ നമ്പൂരിയായിരുന്നു, രക്ഷിക്കപ്പെട്ടു. നിങ്ങൾക്ക് പലർക്കും അദ്ദേഹത്തിന് ചരിത്രം അറിയാം. അപ്പൊ വീട്ടുകാരെല്ലാം ഉപേക്ഷിച്ചു. തലയ്ക്ക് ഭ്രാന്താന്ന് പറഞ്ഞ് ഭ്രാന്താശുപത്രിയിൽ കൊണ്ടാക്കി, വെല്ലൂർ കൊണ്ടാക്കി. അത് കഴിഞ്ഞ് എല്ലാവരും കൈവിട്ട് താൻ ഒറ്റയ്ക്കായി. വീട്ടുകാരെല്ലാവരും ഉപേക്ഷിച്ചു. അപ്പൊ തന്റെ ആ പ്രസംഗത്തിൽ, സാക്ഷ്യത്തിൽ താൻ പറയുകയാണ്, എനിക്കിന്ന് ലോകം മുഴുവൻ വീട്ടുകാരാ. ന്യൂസിലൻഡിൽ അനേക അപ്പച്ചന്മാരും എനിക്കുണ്ട്. ഓസ്ട്രേലിയയിൽ അനേക അപ്പച്ചന്മാരും ഉണ്ട്. അമേരിക്കയിൽ അനേക സഹോദരിമാരും ഉണ്ട്. ഇന്ത്യയിൽ അനേക സഹോദരിമാരും എന്ന് പറഞ്ഞാൽ കൃത്യം ഈ സ്ഥലങ്ങളല്ല, എല്ലായിടത്തും എനിക്ക് ധാരാളം മാതാപിതാക്കളും സഹോദരന്മാരും ഉണ്ട്. അതാ പല മടങ്ങെന്ന് പറയുന്നത്. കർത്താവിന് വേണ്ടി ഒരപ്പനെയും അമ്മയും വിട്ടാൽ 100 അപ്പനെയും അമ്മയും നിനക്ക് കിട്ടും. ഒരു സഹോദരനെയും സഹോദരിയും വിട്ടാൽ ലോകം മുഴുവൻ സഹോദരന്മാരെയും സഹോദരിമാരെയും കിട്ടും. അപ്പൊ കർത്താവ് കൊടുക്കുന്നത് കൃത്യം ചെയ്തതിന് മാത്രമല്ല, പല മടങ്ങായിട്ട് നൽകും. ഹി റിവാർഡ്സ് മെനി ഫോൾഡ്. എത്രയോ അത്ഭുതകരമായ ഒരു കാര്യമാണ്. വിതയ്ക്കുകയും കൊയ്യുകയും ചെയ്യുന്നതിൽ ഈ പ്രമാണമുണ്ട്. മനുഷ്യൻ വിതയ്ക്കുന്നതിനെ കൊയ്യുമെന്ന് നമുക്കറിയാം. ഈ വിതയ്ക്കുന്ന അത്രയല്ല കൊയ്യുന്നത്. കുറച്ചേ വിതയ്ക്കുന്നുള്ളൂ, പക്ഷെ കൊയ്യുമ്പോൾ ഒത്തിരിയാ കൊയ്യുന്നു. സോ യു റീപ് നോട്ട് ഓൺലി വാട്ട് യു സോ, യു റീപ് മച്ച് മോർ ദാൻ യു സോ. ദൈവരാജ്യത്തിൽ നീ വിതച്ചാൽ വിതയ്ക്കുന്ന അത്രയും കൊയ്യുമെന്നല്ല, അതിന്റെ 10 മടങ്ങ് നീ കൊയ്യാനായിട്ട് ഇടയാകും. കർത്താവ് കൊടുക്കുന്നതിന്റെ വേറെ ഒരു പ്രമാണം മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിലുണ്ട്. മാത്യു ചാപ്റ്റർ 6 അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. മാത്യു 6:1-4. അവിടെ രഹസ്യത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. അവിടെ പ്രാർത്ഥനയുടെ കാര്യവും കൊടുക്കുന്ന കാര്യവും ഒക്കെയാണ് മത്തായി 6 പറഞ്ഞിരിക്കുന്നത്. അതിന്റെ 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന പ്രമാണം ഭിക്ഷ കൊടുക്കുന്ന കാര്യമാണ്. 2-ാം വാക്യത്തിൽ, നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കണം. വലങ്കൈ ചെയ്യുന്ന എന്തെന്ന് ഇടങ്കൈ അറിയരുത്. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. അപ്പൊ പ്രതിഫലത്തിന്റെ വേറൊരു പ്രമാണം, ഗോഡ് റിവാർഡ്സ് വാട്ട് ഈസ് ഡൺ ഇൻ സീക്രട്ട്, അൺനോട്ടീസ്ഡ്, അൺറിമെമ്പേർഡ് ആൻഡ് ഫോർഗോട്ടൺ. നീ മറ്റുള്ളവർ മറക്കുന്നതും നോക്കാത്തതും ശ്രദ്ധിക്കാത്തതുമായ കാര്യങ്ങൾക്കും കർത്താവ് പ്രതിഫലം നൽകും. രഹസ്യത്തിൽ കാണുന്ന പിതാവ്. ഇവിടെ കർത്താവ് പറഞ്ഞൊരു കാര്യം കണ്ടോ, വലത് കൈ ചെയ്യുന്ന എന്തെന്ന് ഇടത്തെ കൈ അറിയരുത് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? വലത്തെ കൈ ചെയ്യുന്ന എന്താണെന്ന് ഇടത്തെ കൈ അറിയാതിരിക്കാൻ പറ്റുമോ? അപ്പൊ അതിന് പല അർത്ഥങ്ങൾ ദൈവദാസന്മാർ പറയാറുണ്ട്. അതിലൊരർത്ഥം, എന്റെ വലത്തെ കൈ ചെയ്യുന്നത് ഇടത്തെ കൈ അറിയരുത്, വേറെ ആരും അറിയരുത്. അതൊരാശയം. വേറൊരു ദൈവദാസൻ ഒരാശയം പറഞ്ഞു കേട്ടു, എനിക്കത് വളരെ നന്നായി തോന്നി. അദ്ദേഹം പറഞ്ഞു, നിന്റെ വലത് കൈ നിന്റെ ശരീരത്തിന്റെ തന്നെ ഒരു ഭാഗമാണ്, നിന്റെ ഇടത് കൈയും നിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പോ നിന്റെ ഈ കൈ ചെയ്യുന്നത് നിന്റെ സെൽഫ് അറിയരുത്.
എല്ലാവർക്കും മനസ്സിലായോ? നിന്റെ സ്വയം അറിയരുത് നീ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഒരാൾക്ക് ഒരു വലിയ ഉപകാരം ചെയ്യാന്ന് വിചാരിക്കാം, എന്റെ വലത്തെ കൈ കൊണ്ട് ഞാൻ കൊള്ളുകയാണ്. അപ്പോ എന്റെ ഈഗോ അത് അറിയരുത്. കേട്ടോ, എന്തോ ഒരു വലിയ ത്യാഗമാ, വേറെ ആരെങ്കിലും ചെയ്യുമോ ഇത്രയും, നീയായിട്ടല്ലേ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് എന്റെ സ്വയം അറിയരുത്, എന്റെ സെൽഫ് അറിയരുത്. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യം കൈകൊണ്ടാ ചെയ്യുന്നതെങ്കിലും സെൽഫ് അത് അറിയും, അല്ലേ? ഇത്രയും ആരും കൊടുത്തു കാണുകയല്ല കേട്ടോ, നീയാ ഇത്രയും കൊടുക്കുന്നത്. അപ്പൊ ആരറിഞ്ഞു? ഈ കൈ കൊണ്ട് ചെയ്തത് നിന്റെ ശരീരത്തിൽ തന്നെയുള്ള മറ്റേ കൈ അറിഞ്ഞു, നിന്റെ സ്വയം അതറിഞ്ഞു. നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മുടെ ഈഗോ അറിയാൻ പാടില്ല, നമ്മുടെ സ്വയം അറിയാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, രഹസ്യത്തിൽ ചെയ്യുക. ഇവിടെ എന്താ പറഞ്ഞത്? രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. അപ്പൊ കർത്താവ് പ്രതിഫലം തരുന്നതിന്റെ മറ്റൊരു മാനദണ്ഡമാണ് രഹസ്യത്തിൽ കാണുന്നതിന് പ്രതിഫലം തരും. വേറൊരു മാനദണ്ഡം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറഞ്ഞിട്ടുള്ള ഒരു മാനദണ്ഡമുണ്ട്. അത് ചെയ്യാത്ത കാര്യത്തിനും പ്രതിഫലം കിട്ടുമെന്നാണ്. അത് ആഗ്രഹിച്ചാൽ മതി, അല്ലെങ്കിൽ ഉദ്ദേശിച്ചാൽ മതി. ഏതെങ്കിലും കാരണവശാൽ അത് ചെയ്യാൻ ഒത്തില്ലെങ്കിൽ അതിന് പ്രതിഫലം കിട്ടും. നമുക്കൊന്ന് വായിച്ചു നോക്കാം. 1 രാജാക്കന്മാർ 8-ാം അധ്യായം, 1 Kings chapter 8. 1 രാജാക്കന്മാർ 8-ാം അധ്യായം അതിന്റെ 17-ഉം 18-ഉം വായിക്കുന്നു. 8:17, 18. ഇവിടെ ദേവാലയം പണിയുന്നതാണ് വിഷയം. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന് ഒരാലയം പണിയണമെന്ന് എന്റെ അപ്പനായ ദാവീദിന് താല്പര്യം ഉണ്ടായിരുന്നു. എന്നാൽ യഹോവ എന്റെ അപ്പനായ ദാവീദിനോട്, എന്റെ നാമത്തിന് ഒരു ആലയം പണിയണമെന്ന് നിനക്ക് താല്പര്യമുണ്ടായതോ? അങ്ങനെ താല്പര്യമുണ്ടായത് നല്ലത്. താഴെ വായിക്കുമ്പോ, പക്ഷെ നിന്റെ അപ്പനെ കൊണ്ടല്ല അത് ഞാൻ ഉദ്ദേശിച്ചത്, നീ പണിയണമെന്നാണ് ഉദ്ദേശിച്ചതെന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ മലയാളത്തിൽ താല്പര്യം എന്നാണ്. അതിൽ ഇംഗ്ലീഷ് ബൈബിൾ നിങ്ങൾ നോക്കിയാൽ he desired in his heart. 3 പ്രാവശ്യം ഹാർട്ട് എന്നുള്ള വാക്ക് 2 വാക്യത്തിൽ വന്നിട്ടുണ്ട്. മലയാളത്തിൽ താല്പര്യം എന്നാണ്. 17-ാം വാക്യത്തിൽ ദാവീദിന്റെ ഹാർട്ടിൽ, ഹൃദയത്തിൽ അത് ചിന്തിച്ചു. 18-ാം വാക്യത്തിൽ അവന് ഹൃദയത്തിൽ താല്പര്യമുണ്ടായി. 18-ാം വാക്യത്തിൽ പിന്നെയും പറയാണ് ഹൃദയത്തിൽ ചിന്തിച്ചത് നല്ലത്. അപ്പോൾ ഹൃദയത്തിൽ ഉണ്ടായ താല്പര്യം, ഹൃദയത്തിന്റെ കാര്യം 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഹൃദയത്തിലുണ്ടായ ഇന്റൻഷൻ ദൈവം അക്സെപ്റ്റ് ചെയ്യുക. ചില കാരണങ്ങളാൽ അവനത് നിവൃത്തിയാകാൻ ദൈവം അനുവദിച്ചില്ല, അത് വേറൊരു വിഷയം. എന്നാൽ ആ താല്പര്യത്തെ ദൈവം മാനിച്ചു. ഇവിടെ പറയാണ്, ഇംഗ്ലീഷിൽ നിങ്ങൾ വായിച്ചാൽ യു ഡിഡ് വെൽ. മലയാളത്തിൽ നിനക്ക് താല്പര്യമുണ്ടായത് നല്ലത്. സോ വെൻ യു ഇന്റൻഡ് സംതിങ് ഇൻ യുവർ ഹാർട്ട് which you are not able to carry out, even God looks at that and says you did well. ആഗ്രഹം ഉണ്ടായിട്ടും ചില കാരണങ്ങളാൽ അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിലും ദൈവം അതിനെ നോക്കിയിട്ട് പറയാണ്, നീ ചെയ്തത്, നീ ചിന്തിച്ചത്, ആഗ്രഹിച്ചത് വളരെ നല്ലത്. പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിലെ ഒരു സംഭവത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്കും കൂടെ നമുക്ക് വായിച്ച് അവസാനിപ്പിക്കാം. 11-ാം അധ്യായം, എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം, Hebrews chapter 11 അതിന്റെ 17-ാമത്തെ വാക്യം. അബ്രഹാം ഇസാക്കിനെ യാഗം കഴിക്കുന്ന ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമാണ്. Hebrews 11:17, 11:17. അവിടെ പറയുന്നത്, വിശ്വാസാൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസാക്കിനെ യാഗം അർപ്പിച്ചു. 18, ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അരുളപ്പാട് ലഭിച്ചു. വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചോ? മകനെ യാഗം കഴിച്ചായിരുന്നോ അബ്രഹാം? പക്ഷെ ഇവിടെ എന്തോ എഴുതിയിരിക്കുന്നത്? ഏകജാതന യാഗം അർപ്പിച്ചു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ പെർഫെക്റ്റ് ടെൻസ്, ഗ്രാമറിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗം, ദാറ്റ് ഷോസ് ആൻ ആക്ഷൻ ദാറ്റ് വാസ് കംപ്ലീറ്റഡ്. നിവൃത്തിയായ, ചെയ്ത ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വ്യാകരണമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അബ്രഹാം യാഗം കഴിച്ചില്ല, മകനെ അർപ്പിച്ചില്ല, അർപ്പിക്കാൻ ഒരുങ്ങിയേ ഉള്ളൂ. അപ്പോൾ ആ ഒരുക്കം പ്രവൃത്തിയായിട്ട് ദൈവം കണ്ടു. In the mind of God, intentions are also counted as acts. ദൈവത്തിന്റെ മനസ്സിൽ പ്രവൃത്തികൾ, ആഗ്രഹങ്ങൾ, നമ്മുടെ പരിമിതികൾ കൊണ്ട് ചെയ്യാൻ ഒക്കാത്ത ചില കാര്യങ്ങൾ, അതും ചെയ്തതായി ദൈവം കണക്കാക്കും. മടി കൊണ്ട് ചെയ്യാത്ത കാര്യത്തിന്റെ കാര്യമല്ല, ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നിവൃത്തിയില്ല, അത് സാഹചര്യം കൊണ്ട് ഒക്കാത്ത കാര്യം. പ്രിയപ്പെട്ടവരെ, ഇവിടെ ജീവിക്കുന്നതനുസരിച്ചാണ് അവിടെ കാര്യങ്ങൾ വരാൻ പോകുന്നത് എന്നുള്ള വളരെ ഗൗരവമേറിയ സോളമായിട്ടുള്ള ഒരു ചിന്തയാണ് നമ്മൾ ചിന്തിച്ചത്. നമ്മൾ 4-5 കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്? ഇവിടെ വചനം പ്രമാണിക്കുന്നതനുസരിച്ച് അവിടെ പ്രതിഫലമുണ്ടാകും. പിന്നെ പറഞ്ഞത്, കർത്താവിന്റെ നാമത്തോടുള്ള സ്നേഹം നിമിത്തം
ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവിടെ പ്രതിഫലമുണ്ട്. പിന്നെ അതിൽ ഏറ്റവും അപ്രധാനവും നിസ്സാരവുമായ കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കി അതിനനുസരിച്ചാണ് പ്രതിഫലം തരുവാനായിട്ട് പോകുന്നത്. മറ്റൊന്ന്, ഇവിടെ ചെയ്യുന്നതിന്റെ കൃത്യമല്ല കിട്ടുന്നത്, പല മടങ്ങ് ലഭിക്കും. വേറെ ആരും കാണാതെ രഹസ്യത്തിൽ കാണുന്ന കാര്യങ്ങൾക്കും ദൈവം പ്രതിഫലം തരും. പിന്നെ നാം പറഞ്ഞത് പ്രവൃത്തികൾക്ക് മാത്രമല്ല, ഉദ്ദേശങ്ങൾക്കും പ്രതിഫലമുണ്ട്, ഇന്റൻഷൻസിനും പ്രതിഫലമുണ്ട്. പ്രിയപ്പെട്ടവരെ, വരുവാനുള്ള ലോകത്തെക്കുറിച്ച് നമുക്ക് സന്തോഷമുണ്ട്, സ്വർഗത്തിൽ പോകുമെന്നുള്ളത്. അത് മാത്രം പോരാ. വരുവാനുള്ള ലോകത്തിൽ എൻ്റെ ജീവിതത്തിന് കണക്ക് ചോദിക്കാൻ പോവുകയാണ്. ഞാൻ ഉത്തരവാദിയാണ്. കർത്താവിന്റെ ന്യായസ്ഥലത്തും ഒരു ദിവസം ഞാൻ നിൽക്കേണ്ടതാണ്. അതുകൊണ്ട് അന്ന് ഈ പ്രമാണങ്ങൾ വെച്ചായിരിക്കും വരുവാനുള്ള ലോകത്തിൽ കർത്താവ് കണക്ക് നോക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മെ ധൈര്യപ്പെടുത്തണം, നമ്മെ ഉത്തേജിപ്പിക്കണം, നമുക്ക് ആശ്വാസം നൽകണം. കൂടുതൽ ചെയ്യുവാൻ, കൂടുതൽ പ്രവർത്തിക്കുവാൻ, വേറെ ആരും അറിയാത്തതും കാണാത്തതുമായ പ്രവൃത്തികൾ, ഇൻസിഗ്നിഫിക്കന്റ് ആൻഡ് ഇൻകോൺസിക്വൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് കൂടുതൽ പ്രേരണ ഉണ്ടാകണം. അങ്ങനെയാണ് നമ്മൾ ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത്. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കും.